ഈ ഫോട്ടോയിൽ സീസർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ജൂലിയസ് സീസർ ആണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? ജൂലിയസ് സീസറിന്റെ കാലത്തു നിന്നുള്ള പ്രതിമകൾ കിട്ടിയിട്ടുണ്ട്, അയാളുടെ കാലത്തു നിന്നുള്ള കോയിൻ കിട്ടിയിട്ടുണ്ട്, അതിൽ അയാളുടെ പടമുണ്ട്, അയാളുടെ ടൈറ്റിൽ ഉണ്ട്. ഈ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾക്ക് തെളിവുണ്ട്, അയാൾ നടത്തിയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് പരിഷ്കാരങ്ങൾക്ക് തെളിവുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ചരിത്രപരത തെളിയിക്കാൻ വേണ്ടി ഈ 10 മാനുസ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് 10 എന്നുള്ള നമ്പർ ഒന്ന് ഫോക്കസ് ചെയ്യാം. ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലത്താണോ ഈ 10 എഴുതിയിട്ടുള്ളത്? അറിയില്ല. 100 വർഷത്തിനകത്താണോ എഴുതിയിരിക്കുന്നത്? അറിയില്ല. അപ്പൊ കാലഘട്ടത്തിന്റെ ബേസിസിൽ മാത്രമേ 10 എന്നുള്ള നമ്പറിന് പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. യേശുവിന്റെ ചരിത്രപരതയല്ല, ഈ 24,000 എന്നുള്ള നമ്പറാണ് ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നത്. യേശു ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 500 വർഷം നോക്കാം. പുതിയ നിയമം 1ഉം 2ഉം നൂറ്റാണ്ടിലായി എഴുതപ്പെട്ടു. അത് എഴുതിയത് ഗ്രീക്കിലാണ്. അതിന്റെ ഏതെങ്കിലും ഒറിജിനലുകൾ ഇന്ന് അവൈലബിൾ ആണ്? അല്ല. അതിന്റെ കോപ്പികൾ അല്ലെങ്കിൽ കോപ്പികളുടെ കോപ്പികൾ മാത്രമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ നൂറ്റാണ്ടിൽ നിന്ന് എത്ര എണ്ണം കിട്ടി ചാക്കോ മാഷെ? അങ്ങനെ ആദ്യത്തെ 500 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 200 മാനുസ്ക്രിപ്റ്റ്, 24,000 അല്ല. ഞാൻ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ബുക്കുകളാണ്. അല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് P52 അതാണ് ഈ കാണിച്ചേക്കുന്നത്. പിരിവിന് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസീറ്റിന്റെ വലുപ്പേ ഉള്ളൂ ഈ മാനുസ്ക്രിപ്റ്റിന്. ഇതേപോലത്തെ വളരെയേറെ മാനുസ്ക്രിപ്റ്റുകളുണ്ട്. എന്നാൽ ബുക്കിന്റെ രൂപത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വരുന്നത് 4ാം നൂറ്റാണ്ടിൽ നിന്നാണ്. കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സൈനറ്റിക്കസും ഈ പുസ്തകങ്ങളും ഇന്നത്തെ ബൈബിളും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? പുതിയ നിയമത്തിന്റെ ഒറിജിനലുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉള്ളത് കോപ്പികളുടെ കോപ്പികൾ. യേശു ജീവിച്ചതിന് 120 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ റെസീറ്റിന്റെ വലുപ്പമുള്ള മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് ബുക്കുകൾ നേരത്തെ എഴുതിയിട്ടില്ല എന്നല്ല പറയുന്നത്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള തെളിവ്. ആദ്യത്തെ 500 വർഷത്തിനകത്ത് നമുക്ക് ആകെ ഉള്ളത് 200ഓളം മാനുസ്ക്രിപ്റ്റും ഈ കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സാന്റിക്കസും എന്നുള്ള 2 കോഡെക്സുകളുമാണ് ഉള്ളത്. എന്നാൽ അവയ്ക്ക് തന്നെ ഇന്നത്തെ ബൈബിളുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എവിടുന്നാണ് ഈ 24,000 വന്നത്? അപ്പോളജറ്റിക്സ് മീഡിയയ്ക്ക് മാത്രം അറിയാം. യേശുവിനെ കണ്ടിട്ടില്ലാത്ത 4 സോഴ്സുകളിൽ നിന്നാണ് യേശുവിന്റെ ചരിത്രപരതയ്ക്കുള്ള തെളിവ്. യേശുവിന്റെ ആദ്യത്തെ തെളിവ് വരുന്നത് യേശു മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ്. യേശുവിനെ കുറിച്ച് ആദ്യം എഴുതുന്നത് പൗലോസാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കാണാം, യേശുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ പത്രോസിനെയും കാണാം. അവരെ പൗലോസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള രേഖകൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ സംഭവങ്ങളും നമുക്ക് പൗലോസിന്റെ ലേഖനത്തിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് യേശുവിന്റെ കുരിശുമരണം, യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം. എന്നാൽ പൗലോസിന്റെ ലേഖനത്തിൽ കാണാത്ത ചിലതുണ്ട്. കന്യകാജനനം, യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ, ശൂന്യമായ കല്ലറ. ഇതൊന്നും നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണാൻ പറ്റില്ല. ഇനി രണ്ടാമത്തേത് യഹൂദ ചരിത്രകാരനായ ജോസീഫസ് ആണ്. യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കല്ലെറിഞ്ഞ് കൊന്നതായിട്ട് ജോസീഫസ് രേഖപ്പെടുത്തുന്നുണ്ട്. വേറൊരിടത്ത് യേശുവിനെ കുറിച്ച് ജോസീഫസ് പരാമർശിക്കുന്നുണ്ട്. ടസീറ്റസ് പറയുന്നുണ്ട് പീലാത്തോസിന്റെ കാലത്ത് യേശു കുരിശിൽ മരിച്ചു, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്ലിനിയുടെയും ടസീറ്റസിന്റെയും രേഖകളിൽ നമുക്ക് കാണാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത് യേശുവിന്റെ സുവിശേഷങ്ങളാണ്. ആ സുവിശേഷങ്ങളെ കുറിച്ച് ദേവ്ജി പറയും. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു, അപ്പോളജിസ്റ്റ് മീഡിയ വാദിക്കുന്നത് പോലെ 24,000 തെളിവുകൾ യേശുവിനില്ല. ആദ്യത്തെ 500 വർഷം ഏകദേശം 200 രേഖകൾ മാത്രമാണുള്ളത്. ആ 200 രേഖകൾ എന്ന് പറയുന്നത് ഈ സുവിശേഷങ്ങളോ അതിന്റെ കോപ്പികളുടെ കോപ്പികളോ ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ വരുന്നത് പൗലോസും ജോസീഫസും. ഇതിൽ പൗലോസിന് യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ അറിയാം, പ്രധാനപ്പെട്ട ശിഷ്യനെ അറിയാം. ജോസീഫസിന് ഈ സഹോദരനായ യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് അറിയാം. പ്ലിനിയും ടാസിറ്റസും എഴുതുന്നത് 2ാം നൂറ്റാണ്ടിലാണ്. 1ാം നൂറ്റാണ്ടില് യഥാർത്ഥത്തിൽ എത്ര ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഉണ്ട് യേശുവിനെ കുറിച്ച്? സുവിശേഷങ്ങൾ, പൗലോസ്, ജോസീഫസ്. സുവിശേഷങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന് മുന്നിൽ കൊണ്ടുവന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശു വിധിച്ചു. ജനക്കൂട്ടം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. സ്ത്രീയും യേശുവും ബാക്കിയായി. സ്ത്രീയോട് യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. വീണ്ടും യേശു പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? എല്ലാ ജനങ്ങളും പോയില്ലേ? സ്ത്രീയും പോയില്ലേ?
ആരെ പഠിപ്പിച്ചു? ഈ സംഭവം ബൈബിളിൽ കൂട്ടിച്ചേർത്തതാണ്. 4-ാം നൂറ്റാണ്ടിലെ യോഹന്നാൻ സുവിശേഷത്തിൽ ഈ സംഭവം കാണാൻ കഴിയില്ല. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ ഇത് കാണുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കഥ കൂട്ടിച്ചേർത്തതാണ്. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പ്രകാരമാണ് പാസ്റ്റർ സർപ്പത്തെ കയ്യിലെടുക്കുന്നത്. After interpreting one particular Bible verse extremely literally. That verse is Mark 16:17. In my name shall they cast out devils. They shall speak with new tongues. They shall take up serpents. Thou shalt lay hands on the sick and they shall recover. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ ബൈബിളിൽ ഒന്നായ കോഡെക്സ് സൈനാറ്റിക്കസില് മർക്കോസ് 16:8 അവസാനിക്കുവാണ്. ഇതില് സ്ത്രീകള് ശൂന്യമായ കല്ലറയിൽ പോകുന്നു. അവിടെ ഒരു ബാലിക്കാരനെ കണ്ട ശേഷം പേടിച്ച് ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നു. ഇതാണ് 16:8 സംഭവിക്കുന്നത്. ഇതൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. നമ്മൾ ഈ എൻഡിങ് ആണ് കോഡെക്സ് സൈനാറ്റിക്കസിൽ കാണുന്നത്. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളില് നമ്മൾ വേറൊരു എൻഡിങ് കാണാറുണ്ട്. അതില് സ്ത്രീകള് തിരിച്ച് പത്രോസിന്റെ അടുത്ത് ചെല്ലുന്നു. പത്രോസിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെ മാർക്കിന്റെ ഷോർട്ടർ എൻഡിങ് എന്ന് പറയും. അപ്പൊ നേരത്തെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് കണ്ടു, പിന്നെ ഇപ്പോൾ ഷോർട്ടർ എൻഡിങ് കണ്ടു. പിന്നെ ഇന്ന് നമ്മുടെ ബൈബിളിലെല്ലാം ഉള്ള 16-20 വരെ നീണ്ടു നിൽക്കുന്ന ലോങ്ങർ എൻഡിങ് ഉണ്ട്. അതിലാണ് യേശു പ്രത്യക്ഷപ്പെട്ട ശേഷം പാമ്പുകളെ കയ്യിലെടുക്കാനും രോഗികൾക്ക് രോഗശാന്തി കൊടുക്കാനും പിശാചു ബാധിതരെ സുഖപ്പെടുത്താനും ഒക്കെ അനുഗ്രഹം ശിഷ്യന്മാർക്ക് നൽകുന്നത്. 3 എൻഡിങ് ആണുള്ളത് മാർക്കിന്. ഈ അബ്രപ്റ്റ് എൻഡിങ്, ഈ ഷോർട്ട് എൻഡിങ്, ഈ ലോങ് എൻഡിങ്. എന്തായിരിക്കും നടന്നത്? മർക്കോസിന്റെ സുവിശേഷം 16:8 സ്ത്രീകൾ ആരോടും മിണ്ടാതിരിക്കുന്നത് കണ്ട ശേഷം അക്കാലത്തെ ഒരു സ്ക്രൈബ്, വൃത്തികെട്ട ഡയലോഗ്, യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? പിന്നീട് മത്തായി, ലൂക്ക, യോഹന്നാൻ വായിച്ച ശേഷം സ്ക്രൈബ്. എന്താ ക്ലൈമാക്സ് കിട്ടി? ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തല പിടിപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി. ഇങ്ങനെ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം കൂട്ടിച്ചേർത്തതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഇതിനെ യോഹന്നാൻ കോമ എന്ന് വിളിക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ കിങ് ജെയിംസ് വേർഷനിൽ നമുക്ക് നോക്കാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. അതായത് സ്വർഗത്തിൽ 3 പേർ സാക്ഷ്യം നൽകുന്നു, പിതാവ്, വചനം, ആത്മാവ്, ഇവർ ഒന്നാണ്. ഇനി നിങ്ങളുടെ മലയാളം ബൈബിൾ എടുത്തിട്ട് ഈ വചനം ഉണ്ടോ എന്ന് നോക്കിയേ. എന്തുകൊണ്ട് ഇംഗ്ലീഷ് പതിപ്പിലുണ്ട് പക്ഷെ മലയാളത്തിലില്ല? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകണം. 1516 പണ്ഡിതനായിട്ടുള്ള ഇറാസ്മസ് ആദ്യമായി ഗ്രീക്ക് പുതിയ നിയമം പ്രിന്റ് ചെയ്തു. പക്ഷെ അതില് ഈ വാക്യം ഉണ്ടായിരുന്നില്ല. 1519 2-ാം പതിപ്പിലും ഈ വാക്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ലത്തീൻ പതിപ്പുകളിൽ ഈ വാക്യം ഉണ്ടായിരുന്നു താനും. ഓർക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമം ആദ്യമായി എഴുതിയത് ഗ്രീക്കിലാണ്. എന്നിട്ട് ഗ്രീക്കിൽ നിന്ന് ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇറാസ്മസ് ഈ വചനം ഒഴിവാക്കിയതിന്റെ പേരിൽ വളരെയേറെ മാനസിക പീഡനമേറ്റു. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. 1, സ്ത്രീത്വത്തെ തള്ളിക്കളഞ്ഞു. 2ാമത്തേതായിട്ട് ബൈബിളിനെ കളങ്കപ്പെടുത്തി. 3ാമതായി മതവിരുദ്ധത, ഹെറസി. ഇറാസ്മസിന്റെ വാദം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റില് ഈ വചനം കാണിച്ചാല് അടുത്ത ഗ്രീക്ക് പതിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇറാസ്മസ് പറഞ്ഞ പോലെ 3-ാം പതിപ്പിൽ ഈ വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു. പിന്നീട് ഗ്രീക്കിൽ നിന്നുള്ള ഈ 3-ാം പതിപ്പിനെ ആധാരമാക്കിയാണ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായത്. ഏറ്റവും പ്രചാരമുള്ള ഈ കിങ് ജെയിംസ് വേർഷനിലെ യോഹന്നാൻ കോമ വായിച്ച് എത്രയോ പേർ സ്ത്രീത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകും. എന്നാൽ അവരിൽ എത്ര പേർക്ക് ഈ ചരിത്രം അറിയാം? നമ്മളിൽ പലരും ബൈബിൾ മാറാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ കൈകളിൽ എത്തി എന്നല്ലേ വിശ്വസിക്കുന്നത്?
വിശ്വസിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയപരവും വിശ്വാസപരവുമായ സംബന്ധങ്ങൾ ബൈബിളിനെ കോപ്പി ചെയ്യുമ്പോൾ പോലും ബാധിച്ചിരുന്നു. അങ്ങനെ ദൈവവചനത്തിന് പോലും രാഷ്ട്രീയത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും രക്ഷയില്ല. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിലെ ഡിസ്കണ്ടിന്യൂറ്റി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതായത് കഥ ഒട്ടും സ്മൂത്ത് അല്ല. ഉദാഹരണത്തിന് അന്ത്യ അത്താഴത്തിന് ശേഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന യേശു പെട്ടെന്ന് പറയുന്നു, എഴുന്നേൽക്ക, നാം പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സീൻ ഉടനെ മാറും, യേശുവും ശിഷ്യന്മാരും എവിടേക്കെങ്കിലും പോകുമെന്നാണ്. എന്നാൽ തുടർന്ന് വരുന്ന 3 അധ്യായങ്ങളിൽ, അതായത് 15, 16, 17 യേശു തുടർന്നും പഠിപ്പിക്കുവാണ്. എന്നിട്ട് 18-ാം അധ്യായത്തിലാണ് യേശുവും ശിഷ്യന്മാരും തോട്ടത്തിലേക്ക് പോകുന്നത്. ഇനി 20-ാം അധ്യായം നോക്കൂ. ഇവിടെ ശൂന്യമായ കല്ലറയുണ്ട്, തോമസ് ശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. അതിനുശേഷം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം കാര്യങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ പറയുവാണ് എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന്. ഇത് വായിക്കുമ്പോൾ സുവിശേഷം ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നും. ഒരു കംപ്ലീറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. എന്നാൽ ഉടൻ തന്നെ 21-ാം അധ്യായം തുടങ്ങുന്നു. ജെറുസലേമിൽ നിന്ന് ഗലീലയിലേക്ക് കഥ മാറുന്നു. യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ സഭ ഏൽപ്പിക്കുന്നു. എന്നിട്ട് വീണ്ടും ഒരു കൺക്ലൂഷൻ കൂടി. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കും. അപ്പോൾ ഇതുവരെ ദൃക്സാക്ഷി വിവരണമായിരുന്ന സുവിശേഷം പെട്ടെന്ന് ഗ്രന്ഥകാരന്റെ ആധികാരികതയ്ക്ക് സാക്ഷ്യം നൽകുന്നു. എന്നിട്ട് സുവിശേഷം അവസാനിക്കുന്നു. ഈ ഭാഷയിലെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ?